DMAയുടെ റിപ്പോർട്ട് വന്നു. ആ DMAയുടെ റിപ്പോർട്ടിൽ വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ അനാസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ റിപ്പോർട്ട് വന്നിട്ട് പോലും സുജിത്ത് വിജയൻപിള്ള എന്ന് പറഞ്ഞ് ഇവിടുന്നുള്ള ജനപ്രതിനിധി ആ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. നഷ്ടപരിഹാരം പോലും മേടിച്ചു കൊടുക്കുന്നതിന് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ആൾ ആ കുടുംബത്തെ വീണ്ടും ന്യായീകരിക്കുക, അല്ലെ കുടുംബത്തെ ഉപദ്രവിക്കുന്ന തരത്തിലല്ലേ സ്റ്റേറ്റ്മെൻറ്റ്. അന്നേരം അതിനെതിരെയാണ് അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണയെ കേരളത്തിലെ CPMകാർ പോലും ന്യായീകരിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടലുളവാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർജറി ചെയ്യുന്ന രോഗിയുടെ വയറ്റിൽ കത്രിക അല്ലെങ്കിൽ കോട്ടൺ തുണി, വിരൽ ശസ്ത്രക്രിയയ്ക്ക് പോയ നാവ് ശസ്ത്രക്രിയ ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായി കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലാണ് കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഇന്ന്. അന്നേരം ആ ആരോഗ്യമേഖലയിൽപ്പെട്ട മന്ത്രിയെ, അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിയെ ഒരു MLA നിന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ അത് ബോധപൂർവമാണ്. അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് സമരം നടത്തിയത്. പ്രിയപ്പെട്ട ചവറയുടെ MLA സുജിത്ത് ഇതിനോട് മാപ്പ് പറയണം, പറഞ്ഞ വാക്ക് പിൻവലിച്ച് ആ കുടുംബത്തിന് നീതി നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും ആരോപണങ്ങളൊക്കെ നേരിടുമ്പോഴും വീണ ജോർജ് വീണ്ടും മത്സരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രിയപ്പെട്ട ആറന്മുളയിലെ നല്ല വീട്ടമ്മമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വീട്ടമ്മമാർ ചൂലെടുത്ത് പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കടുപ്പിച്ച് തന്നെ പറയുകയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൻ്റെ ആരോഗ്യമേഖല ലോകത്തിന് മാതൃകയായിരുന്നു. ആ ലോകത്തിന് മാതൃകയെ ആരോഗ്യമേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് സുംബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി, ആ സുംബ ഡാൻസ് കളിക്കുന്നത് തെറ്റില്ല. എന്താണ് അവർക്ക് പറയാനുള്ളത്? എന്താണ് ആരോഗ്യമേഖലയിൽ നടന്നിട്ടുള്ളത്? മനുഷ്യൻ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന സാഹചര്യത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആറന്മുളയിലെ വീട്ടമ്മമാർ വോട്ട് ചോദിച്ചു വരുന്ന വീണ ജോർജിനെ ചൂല് കെട്ടെടുത്ത് ബാക്കിയുണ്ടാവും. നിരന്തരം ഇവർക്കെതിരെ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ വരുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതൊരു ഇടക്കാലത്ത് മാത്രം ഉണ്ടായതിനു ശേഷം പിന്നീട് അത് മുമ്പോട്ട് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലൊക്കെയാണ് വരുന്നത്. ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായൊരു പ്രതിഷേധം അല്ല നിങ്ങൾക്ക് തന്നെ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നിരന്തരമായ ആരോപണങ്ങൾ വരുന്നുകൊണ്ടാണ്. ഞങ്ങൾ എല്ലാ ദിവസവും സമരത്തിലാണെന്ന്. നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ നിരന്തരമായ ആരോഗ്യവകുപ്പിനെതിരെ വരുന്ന ആരോപണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ വരുന്ന ഈ പറയുന്ന തരത്തിലുള്ള ഈ ഇഷ്യൂസ് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് ആരോഗ്യമേഖലയെ മാത്രമല്ല, നിരന്തരമായി ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പ്രതിസന്ധിയാണ്. അതിലേറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ആരോഗ്യമേഖലയാണെന്നുള്ളതാണ്.